ഹായ് ഗൈസ്, ഒരു യാണുമുക്ക് എടുത്തിട്ട് വന്നോ. നമുക്കൊരു ബെൽ ഫ്ലവറിൻ്റെ കീ ചെയിൻ ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് കീ ചെയിൻ്റെ ഫ്ലവർ പാർട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫുൾ റിട്ടേൺ പാറ്റേൺ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് ആദ്യം നമ്മളൊരു മാജിക് റിങ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാജിക് റിങ്ങിനെ ഒന്ന് ടൈറ്റ് ആക്കുക. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഇൻക്രീസ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ ക്രോഷ്യേൻ്റെ അകത്ത് തന്നെ നമ്മൾ 2 സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിനെ മാർക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഫസ്റ്റ് റോ ആയ 6 സിംഗിൾ ക്രോഷ്യയിൽ 6 ഇൻക്രീസ് വീതം ചെയ്യുമ്പോൾ മൊത്തം ഒരു 12 സ്റ്റിച്ചസ് വീതം കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് റൗണ്ടിൽ നമ്മളിപ്പോൾ ചെയ്ത എല്ലാ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഹൈറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു 5 റോ ഓഫ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലവറിന് ഇത്രയും ഹൈറ്റ് ഉണ്ടാകും. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാനാണ്. അതിനായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് 5 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. സെയിം സ്റ്റിച്ചിൽ 5 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്തതിൽ വേണം നെക്സ്റ്റ് 5 സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ. ഈ സെയിം പാറ്റേൺ നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് വരെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഫൈനൽ പെറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ 2 ഫ്ലവേഴ്സും നമുക്ക് ചെയ്യണം. അപ്പോൾ ഫ്ലവർ ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ ശരി, ബൈ.